മിസ്റ്റർ മോഡി, നിങ്ങളെ ഞങ്ങളിനിയും ഞങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ട് കാണണോ? നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ച് നിങ്ങളുടെ ഉത്തരം പറ. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഏതായാലും മണിപ്പൂർ ഇന്ത്യയിലെല്ലാം നിങ്ങൾ പ്രഖ്യാപിച്ചു. ഇപ്പം കേരളവും നിങ്ങൾ ഇന്ത്യയുടെ സ്റ്റേറ്റിൻ്റെ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് നാണമാവില്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇനിയും ഒരുപാട് മഹാന്മാർ കയറിയിരുന്ന് ആ കസേരയിൽ കയറിയിരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ ചോദിച്ചാൽ ഉളുപ്പില്ലേ നിങ്ങൾക്ക്? നിങ്ങളിനി ഞങ്ങളുടെ പ്രധാനമന്ത്രി അല്ല. ഞങ്ങൾക്കിങ്ങനൊരു പ്രധാനമന്ത്രി ഇല്ല. ഇന്ത്യക്കിന്ന് എൻ്റെ മനസ്സിൽ, ഞങ്ങളുടെ പലരുടെയും മനസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോഴേ അദ്ദേഹത്തെ ഞങ്ങളുടെ മനസ്സുകൊണ്ട് ആ കസേരയിൽ, പ്രധാനമന്ത്രി കസേരയിൽ അവരോധിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി കരുത്തനാകുകയാണ്. സ്നേഹത്തിൻ്റെ ദൂതുമായിട്ട് അദ്ദേഹം വയനാട്ടിലുമെത്തി, ആങ്ങളയുമെത്തി, പെങ്ങളുമെത്തി. ചെളി കെട്ടിക്കിടക്കുന്ന മണ്ണിലൂടെ അദ്ദേഹം നടന്നു കയറി, പുഞ്ചിരി മട്ടത്ത് ചെന്ന് കയറി. ഇപ്പോഴും അപകടം പതിയിരിക്കുന്ന പുഞ്ചിരി മട്ടത്ത് അദ്ദേഹം ചെന്ന് കയറി. ചൂരൽ മലയിൽ ചുറ്റി നടന്ന് കണ്ടു. സ്നേഹം കൊണ്ടും കൊടുത്തും രാജീവ് ഗാന്ധിയുടെ മകൻ കരുത്തനാകുകയാണ്. പൗണ്ഡ്രക വാസുദേവന്റെ പോലെ ഞാനാണ് ശ്രീകൃഷ്ണൻ, നീയല്ല ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് കാശിയിലെ ഉശാമ്പി പൗണ്ഡ്രക വാസുദേവന്റെ പോലെ പ്രധാനമന്ത്രി ചമഞ്ഞിരിക്കുന്ന ഹേ നരേന്ദ്രമോദി, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? മണിപ്പൂർ കത്തിയപ്പോഴും നിങ്ങളുടെ ആസനത്തിൻ്റെ അടിയിൽ ആണിയടിച്ച് കയറ്റി ഒരേ ഒരു ഇരിപ്പ് നടത്തി. എന്താണ് താങ്കൾക്ക് പറ്റിയത്? വീഴാൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ഒറ്റക്കാൽ കസേര നിങ്ങളെ വേവലാതിപ്പെടുത്തുന്നുണ്ടല്ലേ? ഏകഛത്രാധിപതിയായിട്ട് 10 കൊല്ലം വാണു. ഇപ്പം നിങ്ങൾക്കതിന് കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടുകയാണ്. നിങ്ങളിപ്പോൾ മൊത്തം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഉത്തരേന്ത്യയുടെ, എസ്പെഷ്യലി UP-യുടെ, ബീഹാറിൻ്റെ, ഗുജറാത്തിൻ്റെയൊക്കെ പ്രധാനമന്ത്രി മാത്രമായി തീർന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണിപ്പോൾ. കടലാസിൽ എഴുതി വയ്ക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പക്ഷെ അത് മനസ്സിൽ കയറുന്നില്ല നരേന്ദ്രമോദി. ഇനി ഞങ്ങൾക്ക്, ഇന്ത്യക്കാർക്ക്, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി, സുപ്രധാനമന്ത്രി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അവർകൾ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി മിസ്സിസ് ബൈഡൻ, അവർ പോലും വയനാട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞു. അവരതിൽ പ്രതികരിച്ചു, അനുശോചനം രേഖപ്പെടുത്തി. എന്നിട്ടും നിങ്ങൾ ആരുടെ മുമ്പിലാണ് ഈ പൊട്ടം കളിക്കുന്നത്? നിങ്ങളുടെ മുമ്പിലാണ് പൊട്ടം കളിക്കുന്നത്. നിങ്ങൾ ആരെയാണ് ഞാനങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് ആരാ ഭയപ്പെടാൻ പോകുന്നത്?
മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചിട്ടും ഇന്ത്യ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നെഹ്റുജി മരിച്ചിട്ടും ഇന്ത്യ ഇവിടെ ബാക്കിയുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ, കനിഷ്കൻ, അശോകൻ, അവരൊക്കെ പോയിട്ടും ഇന്ത്യ എവിടെയുണ്ട്. നിങ്ങൾ പോയാലും ഇന്ത്യ എവിടെ ഉണ്ടാകും. ഈ ലോകം ഇതുപോലെ കിടന്ന് കറങ്ങും. നിങ്ങളൊന്നിലും ആത്യന്തിക വ്യവസ്ഥയല്ല മോഡി, അങ്ങനെ ധരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂരിൽ 2-3 വട്ടം നിങ്ങളെത്തി. ഒരു ഊഷാമ്പിച്ചക്കൻ്റെ മോളുടെ കല്യാണം നടത്തി, പൊറാട്ട് നാടകം കളിച്ചു. ഇതൊക്കെ ഇപ്പം ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. അത് നിങ്ങളുടെ അച്ഛൻ്റെ കുഴിമാടത്തിനകത്ത് അവിടെ സ്വരൂപിച്ചു വെച്ചിരുന്ന നിങ്ങളുടെ അച്ഛൻ, ഞങ്ങൾ തന്താന്ന് പറയും, നിങ്ങളുടെ തന്തയുടെ കുഴിമാടത്തിനകത്ത് പൈസ എടുത്തിട്ടൊന്നുമല്ലല്ലോ അവിടെ വന്നത് ആ ചെക്കൻ്റെ മോളുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഒക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ് കേട്ടോ. അത്യാവശ്യം വിവരമുണ്ട്. നിങ്ങളുടെ നാട്ടുകാരേക്കാൾ, നിങ്ങളുടെ രാജ്യക്കാരേക്കാൾ, ഉത്തരേന്ത്യൻ രാജ്യത്തേക്കാൾ വിവരമുണ്ട് ദക്ഷിണേന്ത്യൻ രാജ്യക്കാർക്ക് എല്ലാം കൊണ്ടും. ഏതായാലും ഗുരുവായൂർ പൊറാട്ട് അതെല്ലാം വോട്ടിന് വേണ്ടിയിട്ടുള്ള ഞൊട്ട് വിദ്യകൾ മാത്രമായിരുന്നു. അന്നേ പറഞ്ഞതാണ്. അതിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. വയനാട് വന്നു കഴിഞ്ഞാൽ അതവിടെ ആ ഗ്രാമം പോലും ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. അവിടെ അവിടെ വോട്ട് കച്ചവടം നടക്കില്ല, ചാണക കച്ചവടവും നടക്കില്ല നിങ്ങളുടെ. ഏതായാലും താങ്കളിപ്പോൾ ഞങ്ങൾക്ക് ആരാണെന്നറിയോ? ഒരു പപ്പുമോൻ. നിങ്ങളാണല്ലോ ആ പേര് കണ്ടുപിടിച്ചത്, പപ്പുമോൻ എന്നുള്ള പേര് കണ്ടുപിടിച്ചത്. എന്നിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പുണ്യാത്മാവിന് ചാർത്തി കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പം നിങ്ങളല്ലേ പപ്പുമോനായത്? രാഹുൽ ഗാന്ധി ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണോ? താങ്കളുടെ ഒരു അടിമച്ചക്കനുണ്ടല്ലോ ഇവിടെ. ഞങ്ങളവനെ കോഴീന്ന് വിളിക്കും, ഞങ്ങളവനെ കോഴീന്ന് വിളിക്കും. മുഴുവൻ പേര് ചെമ്പുകോഴീന്ന്. നിങ്ങളും അവനൊക്കെ ഡെക്കറേറ്റഡ് ഡെഡ് ബോഡിയാണ്. മനസ്സില്ല, ബുദ്ധിയില്ല, വികാരങ്ങളില്ല. വെറും സോംബികൾ. ഇങ്ങനെ നടക്കുന്ന സോംബികൾ ശ്വാസം വിടുന്നുണ്ട്, മൂച്ച് വിടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാൻ അറിയില്ല. നടന്നു പോകുമ്പോൾ മുമ്പിലൊരു മരം ഉണ്ടെങ്കിൽ ആ മരത്തമേ ഇടിക്കും. ഡെക്കറേറ്റഡ് ഡെഡ് ബോഡീസ്, അലങ്കരിച്ച ശവശരീരങ്ങൾ അല്ലേ നിങ്ങളതല്ലേ? ആലോചിച്ചു നോക്ക്. വയനാടിൽ സർവവും നഷ്ടപ്പെട്ട് സഹോദരങ്ങൾക്ക് സ്നേഹവും സമാധാനവും സാന്ത്വനവും പകർന്ന് രാഹുൽ ഗാന്ധി, അദ്ദേഹമാണ് ഞങ്ങൾക്കിനി പ്രധാനമന്ത്രി. സ്നേഹത്തിൻ്റെ പ്രധാനമന്ത്രി, സൗഹൃദത്തിൻ്റെ പ്രധാനമന്ത്രി, കരുതലിൻ്റെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ യഥാർത്ഥ പ്രധാനമന്ത്രി. അതിലുപരി ആ ആംഗ്ലയും പെങ്ങളും ഉണ്ടല്ലോ, ഭാരതത്തിൻ്റെ രത്നങ്ങളാണ്. നിങ്ങൾ ഭാരതരത്നം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ അവിടെയും ഇവിടെയും ലോകത്തിൽ ആർക്കും, ഇപ്പോഴത്തെ ഇന്ത്യക്കാർക്ക് ആർക്കും അറിയാത്ത കുറേ ആളുകൾക്ക് നിങ്ങൾ വാരിക്കോരി പിടിച്ചോ എന്ന് പറഞ്ഞ് ഭാരതരത്നം കൊടുത്തു. ഇത് നോക്കിയിട്ട് എന്താ സാധനം എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഭാരതരത്നം വലിച്ചു കൊടുത്തു. പക്ഷെ ഞങ്ങൾ കൊടുക്കുകയാണ് ഭാരതരത്നം 2 പേർക്ക്, പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഭാരതരത്നം. രത്നങ്ങളാണ് അവർ, റിയൽ പേൾസ് ഓഫ് ഇന്ത്യ. നിങ്ങൾ ഇന്ത്യയുടെ കെട്ടുറപ്പിനെ, ഫെഡറൽ സംവിധാനത്തെ നിങ്ങൾ തട്ടി തകർക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുക? മണിപ്പൂർ നിങ്ങളുടെ മനസ്സിൽ അന്യരാജ്യമാണ്. മണിപ്പൂർ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. മണിപ്പൂർ ഒരു യൂറോപ്യൻ രാജ്യമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ പെടുന്ന ഒരു സംസ്ഥാനമല്ല അത്. അങ്ങനെയല്ലേ നിങ്ങൾ പെരുമാറിയത്? ഇതും ഞങ്ങൾ കാണുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ടോ. ഏതായാലും ഇപ്പോൾ ഈ കേരളത്തെയും ആ ഗണത്തിൽ നിങ്ങൾ പെടുത്തി.
ഇതുവരെ ഒരു പ്രധാനമന്ത്രിമാരും അത് ചെയ്തിട്ടില്ല. എല്ലാ പ്രധാനമന്ത്രിമാരും അത്യുന്നത സ്ഥാനത്ത് ഞങ്ങളെ ഇരുത്തിയിട്ടുണ്ട്. VK കൃഷ്ണമേനോൻ രാജ്യരക്ഷാമന്ത്രിയായിരുന്നു. UN പോയിട്ട് കാശ്മീർ പ്രശ്നം 24 മണിക്കൂർ നിന്ന നിൽപ്പിൽ സംസാരിച്ച ആളാണ് ഞങ്ങളുടെ VK കൃഷ്ണമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോൻ നിയമമന്ത്രിയായിരുന്നു. കരുണാകരൻ വ്യവസായ മന്ത്രിയായിരുന്നു. അവരാരും സഹമന്ത്രിമാരല്ല. നിങ്ങൾ രണ്ടെണ്ണത്തിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടിട്ട് സഹമന്ത്രി സാർ എന്ന് പറഞ്ഞ് നിങ്ങൾ കേരളത്തെ അവഹേളിച്ചില്ലേ നിങ്ങൾ? അതും ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യ അവസാനിക്കുന്നത് വിന്ധ്യാശതപുര, അതിൻ്റെ തെക്കോട്ടില്ല. അതായത് തെക്കേ ഇന്ത്യയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും തള്ളിക്കളഞ്ഞു. നിങ്ങളെ ഞങ്ങളും തള്ളിക്കളഞ്ഞു. അതാണ് സത്യം. കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് തൃശ്ശൂർ വന്നിട്ട് വടക്കുന്നതിൻ്റെ മുമ്പിൽ നിങ്ങൾ നിലവിളിച്ചില്ലേ? ഇത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് നിലവിളിച്ചില്ലേ? അത് കേട്ടിട്ട് ഒരു ദുരന്തത്തെ പാർലമെന്റിലേക്ക് ഞങ്ങൾ അയക്കുകയും ചെയ്തു, ഇവിടെയുള്ള കുറേ ആൾക്കാർ കൂടി. അതൊരു വഞ്ചനയുടെയും ചതിയുടെയും ചരിത്രം. ഇവിടെയുള്ള ക്രിസംഗികൾ തങ്ങൾക്കൊരു MP എന്നുള്ള നിലയ്ക്ക് കൂട്ടമായിട്ട് പോളറൈസ് ചെയ്ത് വോട്ട് ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് പറ്റിയ ഒരു അടിച്ചുതളിക്കാരൻ തന്നെ, നിങ്ങളൊരു ഈനാം പേച്ചിയാണെങ്കിൽ അവനൊരു മരപ്പെട്ടി ഇപ്പം അവിടെ തന്നെ ഇരിപ്പാണല്ലോ, കാലത്തും വൈകുന്നേരം അടിച്ചു തളിക്കാൻ വേണ്ടിയിട്ട്. അവനിവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ദുരന്ത ഭൂമിയിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അവനൊരു ദുരന്തമാകും, യാതൊരു സംശയമില്ല. ഇനി ഈ ദുരന്ത ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നാൽ അവനൊരു ദുരന്തമായിട്ട് മാറും. ഇപ്പോഴേ ദുരന്തമാണ്. തൃശ്ശൂർ വെള്ളത്തിനടിയിലാ. ഈ പറയുന്ന കരുവന്നൂര് കിടന്ന് ലഹളി ഉണ്ടാക്കിയില്ലേ, വേഷം കെട്ടിയില്ലേ, പൊറാട്ട് നാടകം നടത്തിയില്ലേ? ആ കരുവന്നൂരിൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാ. ഇപ്പൊ എവിടെയാടോ തന്റെ ദുരന്തം? ഭൂപടത്തിൽ നിന്ന് മറഞ്ഞു പോയ ചൂരൽമല, പുഞ്ചിരിമട്ടം വയനാട്ടിൽ, ആ ഇടവും ഇന്ത്യയിൽ തന്നെയായിരുന്നു. അതറിയാതെ പോയ താങ്കളെ ഇനി സാക്ഷാൽ സർവേശ്വരം വന്ന് അംഗീകരിച്ചാലും കേരളീയർ അംഗീകരിക്കില്ല കേട്ടോ. കേരളീയർ അംഗീകരിക്കില്ല, പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കില്ല. നഷ്ടങ്ങൾക്ക് മേൽ നഷ്ടങ്ങൾ വന്ന് ഭവിച്ച് എന്നിട്ടും ജീവിച്ച് മുന്നേറിയ ആങ്ങളെയും പെങ്ങളും പറഞ്ഞ കാര്യം എന്താണെന്ന് തനിക്കറിയാമോ? അച്ഛൻ മരിച്ചപ്പോഴുണ്ടായ വേദന ഞങ്ങൾ വീണ്ടും അനുഭവിച്ചുവെന്ന്. ആ വാക്കുകൾ ഞങ്ങൾ കേരളീയരുടെ കണ്ണുകളെ നനയിച്ചു, മനസ്സുകളെ നനയിച്ചു. 56 ഇഞ്ച്, മോഡി. പക്ഷെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കണ്ണുകളിൽ തീയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഗ്യാര അണ്ടി എന്ന ഊശാമ്പി തന്ത്രവുമായിട്ട് കേരളത്തിലേക്ക് വരാതിരിക്കണം കേട്ടോ. കേരളത്തിൽ വരാതിരിക്കണം. നിങ്ങൾ നാണം കെടും. ഞങ്ങൾക്കിനി നിങ്ങൾ ആരുമല്ല. ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഒരു വരുത്തൻ ഏതോ രാജ്യത്തിലെ പ്രധാനമന്ത്രി മാത്രമായിരിക്കും. നിങ്ങൾ. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആശയും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും പൊലിഞ്ഞു. നിങ്ങളുടെ പ്രതാപം, 56 ഇഞ്ചിൻ്റെ പ്രതാപം, അത് വീണുടഞ്ഞു. ഘനീഭൂതമായിട്ടുള്ള ഫ്രോസൻഡ് ഫോം, ഘനീഭൂതമായിട്ടുള്ള നിരാശ ഇപ്പം നിങ്ങളല്ലാതാക്കി കളഞ്ഞു. ഇനിയും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളായി തീർത്ത ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. നിങ്ങളൊരു ദുരന്ത മുഖത്തിലാണ് നിൽക്കുന്നത്.
നിങ്ങൾ നിങ്ങളായി തന്നെ ഒരു ദുരന്തമാണ്. നിങ്ങളിപ്പോ കരി പുരണ്ട റാന്തൽ വിളക്കാണ്. മൂച്ചുവിടുന്ന മുണ്ടമാണ് നിങ്ങൾ. മൂച്ചുവിടുന്ന മുണ്ടം. തമിഴിൽ പോയി അന്വേഷിക്കുക അർത്ഥം എന്താണെന്ന്. മലയാളത്തിൽ ശ്വസിക്കുന്ന ശവശരീരം, അതാണ് നിങ്ങൾ. ബ്രീത്തിങ് ഡെഡ് ബോഡി, അതാണ് നിങ്ങൾ. രാഷ്ട്രീയമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കീറിക്കടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. അവരെയൊന്നും ഇങ്ങനെ വിളിക്കാൻ ഞങ്ങൾ ആരും ധൈര്യപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവർക്കൊക്കെ വീടുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്. സങ്കടം എന്താണെന്ന് അവർക്കറിയാം. എനിക്കതില്ല. അതാണ് എൻ്റെ പ്രശ്നം. അവസാനമായിട്ട് താങ്കളോട് ഒന്നേ പറയാനുള്ളൂ. സിമ്പിളായിട്ടൊരു കാര്യം, പോയി തൊലയടോ, പോയി ചാകടോ, അത്രേ പറയാനുള്ളൂ. ഞങ്ങൾക്കിനി നിങ്ങളെ വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ ആരുമല്ല. ഇനി വിന്ധ്യാശതപര കടന്ന് തെക്കോട്ട് വരരുത് കേട്ടോ. തെക്കോട്ട് വരരുത്. നമസ്കാരം.